ഭാഗ്യം. ഇന്നെന്താ മിക്ക വന്നില്ലേ? അവനെന്താ വരാത്തത്? എടാ അവന് പനിയാളാ. അവനിന് അടുത്ത ആഴ്ച തൊട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വരൂ നമുക്ക് പോകാം. എടാ ജോണി, ഇമ്മാനുവേലേ, നമ്മളെന്ന് ശകലം നേരത്തെയാണല്ലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഞാൻ തളർന്നുപോയി, എന്നത്തെയും പോലെയല്ല. ഓക്കേടാ, നമുക്കപ്പോ ഇവിടെ ഇരിക്കാം. ഞാനും എന്തോ ഇന്ന് നീ പറഞ്ഞത് ഉചിതമായ ഒരു ഐഡിയ ആണ്. പിന്നെ വാ. നല്ലൊരു കാറ്റും കൂടെ അടിച്ചിരുന്നെങ്കിൽ. അതേടാ, ഇന്ന് നല്ലൊരു സുഖം നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ? അതേടാ ഇമ്മാനുവേലേ. ഇന്ന് എന്താണോ അല്ലേ മിമ്മി ചേച്ചി നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കഥയാണോ വിശുദ്ധനാണോ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വിശുദ്ധനായിരിക്കുമെന്ന്. ജോണി, സമയമായടാ, നമുക്ക് പോകാം. ഓക്കേ, വരൂ. സ്പീഡിൽ നടക്കൂ, പെട്ടെന്ന് പോകണ്ടേ? അതേടാ ജോണി, പെട്ടെന്ന്. ഇന്ന് ഏത് കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? കഥയാണോ വിശുദ്ധനാണോ? ഞാൻ വളരെ ആകാംക്ഷയിലാണ് കേട്ടോ. അതേ ചേച്ചി, ഏത് കഥയാ? ഞാനും ആകാംക്ഷയിലാണ്. ഞാനും. ആ ചേച്ചി, ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നേ ചേച്ചി, വിശുദ്ധ പീറ്ററിനെ കുറിച്ച് ചേച്ചി ഒന്ന് പറഞ്ഞു തരൂ. എനിക്കറിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ, എനിക്ക് അറിയാം. ജനുവരി 9 തിരുനാൾ ആഘോഷിക്കുന്ന സെബാസ്റ്റ്യനിലെ വിശുദ്ധ പീറ്ററിനെ കുറിച്ചല്ലേ പറയുന്നത്? അതേ ചേച്ചി, അത് തന്നെ. അതിനെന്താ, ചേച്ചി പറഞ്ഞു തരാമല്ലോ. വിശുദ്ധ പീറ്റർ ജനിച്ചത് വിശുദ്ധരുടെ ഒരു കുടുംബത്തിലാണ്. ഏഷ്യ മൈനറിലെ കേസറിയായിൽ മാതാപിതാക്കൾ വിശുദ്ധ ശ്രേഷ്ഠ ബേസിലും വിശുദ്ധ എമിലിയായും. സഭാപിതാവായി അറിയപ്പെടുന്ന വിശുദ്ധ ബേസിലും വേദപാരംഗതനായ ഗ്രിഗറി നസിയാൻസനും സഹോദരി മക്രീനായും വിശുദ്ധരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ മാതാമഹി മക്രീന ശ്രേഷ്ഠയും ഒരു വിശുദ്ധയുമാണ്. പീറ്റർ ജനിക്കുന്നതിന് മുൻപോ ജനിച്ച ഉടനെയോ പിതാവ് മരണമടഞ്ഞു. പീറ്ററിന്റെ സഹോദരി മക്രീനായാണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നതും ഭക്തിയാഭ്യാസങ്ങൾ പഠിപ്പിച്ചതും. ലൗകിക വിജ്ഞാനത്തോട് അദ്ദേഹത്തിന് അഭിനിവേശം ഇല്ലായിരുന്നു. പ്രത്യുത പരിപൂർണമായ ദൈവസ്നേഹം നേടിയെടുക്കാനായിരുന്നു പീറ്ററിന് താല്പര്യം. വിശുദ്ധ എമിലിയ 2 സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആദ്യത്തേത് പുരുഷന്മാർക്ക് വേണ്ടി, അത് ബേസിലിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. രണ്ടാമത്തേത് മക്രീനായുടെ കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. വിശുദ്ധ ബേസിലിന്റെ ആശ്രമത്തിൽ പീറ്റർ അഭയം തേടി. വിശുദ്ധ ബേസിൽ വൈദിക പട്ടം സ്വീകരിച്ച് ആര്യൻ പാഷാണ്ഡതയ്ക്കെതിരെ സമരം ചെയ്യാൻ പോയപ്പോൾ ആശ്രമത്തിന്റെ ശ്രേഷ്ഠ സ്ഥാനം പീറ്റർ ഏറ്റെടുത്തു. ആ ജോലി അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു. അക്കാലത്ത് പോന്തസിലും കപ്പദോച്ചിയായാലും അതിഭയങ്കരമായ ക്ഷാമമുണ്ടായി. പീറ്റർ അപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചു. കാരുണ്യ പ്രവൃത്തികൾ വഴി ദരിദ്രരെ സഹായിച്ചു കൊണ്ടിരുന്നു. ആശ്രമത്തിലും സ്വഭവനത്തിലും തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അദ്ദേഹം ദരിദ്രർക്ക് കൊടുത്തു. സഹോദരൻ ബേസിൽ കേസറിയായിലെ മെത്രാനായപ്പോൾ പീറ്ററിന് വൈദിക പട്ടം കൊടുത്തു. ബേസിൽ 379 മരിച്ചതിന് ശേഷം പീറ്റർ അർമീനിയായിൽ സെബാസ്റ്റ്യനിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. സെബാസ്റ്റ്യനിൽ അദ്ദേഹത്തിന്റെ മുൻഗാമി ഒരു പാഷാണ്ഡനായിരുന്നതുകൊണ്ട് രൂപതയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും സത്യവിശ്വാസം നിലനിർത്താനും പീറ്ററിന് നന്നായി അധ്വാനിക്കേണ്ടി വന്നു. സ്വന്തം സഹോദരന്മാരായ വിശുദ്ധ ബേസിലും ഗ്രിഗറി നസിയാൻസനും കഴിഞ്ഞാൽ പിന്നെ വാഗ്വിലാസത്തിലും പാണ്ഡിത്യത്തിലും പീറ്ററിന്റെ ഒപ്പം നിൽക്കാൻ അക്കാലത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. AD 381 കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്ന പൊതു സൂനഹദോസിൽ പീറ്റർ സജീവമായി പങ്കെടുത്തിരുന്നു. മാസിഡോണിലെ പാഷാണ്ഡതയെ മറ്റു മെത്രാന്മാരോടൊപ്പം ശപിക്കുകയും ചെയ്തു. AD 387 391 പീറ്റർ ചരമമടഞ്ഞുവെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ മുതൽ
ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഗ്രിഗറി നസിയാൻസൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അറിയാമോ എന്താണെന്ന്? സഹോദരി മക്രീന പീറ്ററിനെ പഠിപ്പിച്ച എളിമയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിൽ എത്തിച്ചത്. വിചിന്തനം: ക്രിസ്തു മതത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി സഹോദരൻ ബേസിലിനെ പോലെ പീറ്റർ തനിക്കും ലോകത്തിനുമായി മരിച്ചു. നമുക്കും ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം ഉപേക്ഷിക്കാം. വിശുദ്ധനെ പോലെ നല്ലൊരു ജീവിതം നേടിയെടുക്കുകയും ചെയ്യാം. താങ്ക് യു ചേച്ചി. ഞാൻ കുറച്ച് നാളായി ആഗ്രഹിക്കുന്നു ഈ വിശുദ്ധനെ കുറിച്ച് കേൾക്കണമെന്ന്. ചേച്ചിക്ക് എല്ലാ വിശുദ്ധന്മാരെ കുറിച്ചും അറിയാമല്ലേ? വലിയ വലിയ സന്തോഷമുണ്ട് ചേച്ചി ഇത് പറഞ്ഞു തന്നതിൽ. താങ്ക് യു. താങ്ക് യു ഒന്നും പറയണ്ടടാ, ചേച്ചിക്ക് വലിയ ഇഷ്ടമാ വിശുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. ചേച്ചി, നമ്മൾ നാളെയും വരും കേട്ടോ. അതെ, ഞാനും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയാലോ വീട്ടിലേക്ക്? എല്ലാവർക്കും എന്റെ ചേച്ചി പറഞ്ഞ കഥ ഇഷ്ടമായി.